കാശ്മീരിലെ പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശ്രീനഗറിൽ സ്ഥിതി ചെയ്യുന്ന മഖ്ദൂം സാഹിബ് റളിയല്ലാഹു അൻഹു എന്നവരുടെ മഖാം. അവിടുത്തെ ചരിത്രം മറ്റൊരു വീഡിയോയിൽ പിന്നീട് സൂചിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വലിയ ഒരു കുന്നിൻ്റെ, ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു മഖാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരൽപ്പം ദൂരം നടന്നുകൊണ്ടും ആ മഖാമിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഒരു അരമുക്കാ മണിക്കൂർ നടന്നാൽ അവിടേക്ക് കാൽനടയായി തന്നെ അടിഭാഗത്ത് നിന്ന് നടന്ന് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ അവിടേക്ക് ഇതുപോലെ റോപ്പ് വേ സംവിധാനവും നിലനിൽക്കുന്നുണ്ട്. ഈ റോപ്പ് വേയിലൂടെ കയറി നാം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അടിഭാഗത്ത് കാണുന്ന ഒരുപാട് കാഴ്ചകളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള ഖബറിടങ്ങൾ, മഖ്ബറകൾ. കാശ്മീരിലെ ഒട്ടനേകം മഖ്ബറകളും അതേപോലെ തന്നെ സാദാ ഖബറുകളുമെല്ലാം അതിൻ്റെ ഒരു നിർമ്മാണ രീതിയും അതിൻ്റെ പ്രത്യേകതയുമാണ് ഈ ഒരു വീഡിയോയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 90% ഖബറുകളും ചെറിയ രീതിയിൽ മീസാൻ കല്ലുകൾ വെച്ച് ചിലതെല്ലാം കെട്ടിപ്പൊക്കി അതിലെല്ലാം മരണപ്പെട്ടവരുടെ പേര്, വിവരങ്ങൾ ഒക്കെ എഴുതി വെച്ചതായി കാണാം. വളരെ വിശാലമായ മഖ്ബറകളും സാദാ ഖബർസ്ഥാനുകളുമാണ് കാശ്മീരിലെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളല്ല, ഏക്കറുകൾ നീണ്ടു കിടക്കുന്ന വിശാലമായ ഖബറുകളാണ് കാശ്മീരിലൊക്കെ, ഖബർസ്ഥാനുകളാണ് കാശ്മീരിൽ കാണാൻ സാധിക്കുന്നത്. വലിയ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കാശ്മീരിലെ തന്നെ 4 മഖാമുകൾ എന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട മഖാമുകളിൽ ഒന്നായ മഖ്ദൂം സാഹിബ് എന്നവരുടെ മഖാമിലേക്കുള്ള യാത്ര റോപ്പ് വേയിലൂടെയാണ് യാത്ര ചെയ്തത്. ആ യാത്ര ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് റോപ്പ് വേയിൽ കയറുന്നതിന് 75 രൂപയാണ് ടിക്കറ്റ് റേറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒരു റോപ്പ് വേയിൽ, ഒരു ക്യാബിനിൽ 3 ആളുകൾ അല്ലെങ്കിൽ 4 ആളുകൾ, മാക്സിമം 3 ആളുകളെയാണ് അവർ കയറ്റുന്നത്. അപ്പോൾ അത് കയറി പോകുന്ന സമയത്ത് ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന്, കേബിൾ റോപ്പ് വേയിൽ നിന്ന് അടിഭാഗത്ത് കാണുന്ന ഖബർസ്ഥാനിൻ്റെ ഒരു ദൃശ്യമാണ് ഇത്. നേരിൽ ഖബർസ്ഥാനിൽ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ റോപ്പ് വേയിൽ ഇങ്ങനെ മുകൾ ഭാഗത്ത് നിന്ന് കണ്ടു എന്നു മാത്രം. ഏതായിരുന്നാലും ഇവിടങ്ങളിലൊക്കെ എത്തിപ്പെടാനും ഇവിടുത്തെ സംസ്കാരങ്ങളും വൈവിധ്യങ്ങളുമെല്ലാം തിരിച്ചറിയാനും അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും തൗഫീഖ് ചെയ്യട്ടെ.